ഇപ്പം മഴക്കാലത്ത് നമ്മൾ തുണിയൊക്കെ ഒന്ന് കഴുകി ഇട്ട് ഉണക്കാനായിട്ട് എന്ത് പാടല്ലേ. നമ്മൾ വെയിലൊക്കെ നോക്കി അത് തുണിയൊക്കെ കൊണ്ടിടാറുണ്ട്. പക്ഷേ ഇങ്ങോട്ടൊന്ന് തിരിയുന്ന സമയം കൊണ്ട് മഴയൊക്കെ പെയ്ത് തുണിയൊക്കെ കുതിർന്നിട്ട് അഴുകിയിരിക്കുന്നത്. അപ്പം ഇതുപോലൊരു കസേര ഉണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ തുണിയൊക്കെ ഉണക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണ് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. ആദ്യത്തേത് അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഗ്രേറ്റർ ഉപയോഗിച്ച് നമുക്കൊന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം. അതുപോലെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയാണെങ്കിൽ വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചെടിയുടെ ചുവട്ടിലൊക്കെ കൊണ്ടിടാവുന്നതാണ്. നല്ല ഒരു വളം തന്നെയാണ്. എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് അതിലോട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എടുത്തിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം 2 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള വെജിറ്റബിളൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഗ്രേറ്ററാണ് ഉടനെ തന്നെ നമ്മൾ കഴുകണം. അല്ലെങ്കിൽ ആ വെജിറ്റബിളിൻ്റെ കറയൊക്കെ അതിൽ പിടിച്ചിട്ട് പിന്നെ അത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അന്നേരം തന്നെ നമുക്കതൊന്ന് കഴുകിയെടുക്കാവുന്നതാണ്. അതുപോലെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റാർച്ച് ഉരുളക്കിഴങ്ങിനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പശുണ്ടല്ലോ അതൊക്കെ കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതൊന്ന് വെള്ളം ഒന്ന് തോരാനായിട്ട് ഒരു അരിപ്പിലോട്ട് ഇട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശകലം ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതാണ്, കൊത്തി അരിഞ്ഞാണ് അത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു കറിവേപ്പിലയും 3-4 കറിവേപ്പിലൂടെ അതിലോട്ട് പിച്ചി പറിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു മുട്ടയാണ്. അപ്പോൾ 2 മുട്ട എടുത്തിട്ട് അതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ടിട്ട് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇനി ഒരു മുട്ടയോടെ വേണമെന്നുണ്ടെങ്കിൽ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തെടുത്തപ്പോൾ മുട്ടയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ 2 മുട്ട ഇതിനകത്തോട്ട് എടുത്തിട്ടുള്ളൂ, വേറെ മുട്ടയൊന്നും എടുത്തിട്ടില്ല. ഇനി ഒരു തവ വെച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തൂത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ മിക്സ് ആ പാനിലോട്ട് ഒഴിച്ച് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാവുന്നതാണ്. എല്ലായിടത്തും ഇവനായിട്ടുള്ള തിക്നെസ് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഓർഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ശകലം ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ചീസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2-3-4 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ അനുസരിച്ച് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ച് കൊടുക്കുന്നു. അങ്ങനെ ഇതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ലിഡൊക്കെ ഒന്ന് മാറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ നേരത്തേന് നമ്മുടെ ഉരുളക്കിഴങ്ങ് മുട്ട കൊണ്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഇതിനകത്ത് പിസ്സ സോസൊക്കെ ഒഴിച്ച് കുറച്ച് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് ഒരു പിസ്സ കണക്കെ നമുക്ക് അങ്ങനെ ആക്കി ഇത് എടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു ഓംലെറ്റ് രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത് കേട്ടോ. അടുത്ത 2ാമത്തെ ടിപ്പ്, ഇതുപോലെ നമ്മൾ സാമ്പ്രാണിയൊക്കെ നമ്മൾ വൈകിട്ട് കൊതുകിനെ ഓടിക്കാനായിട്ട് കത്തിച്ച് വെക്കാറുണ്ട്. അങ്ങനെ കത്തിച്ച് വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കവർ പൊട്ടിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കുപ്പിക്കകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മണമൊന്നും നഷ്ടപ്പെടാതെ ഒരുപാട് നാൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അടുത്ത 3ാമത്തെ ടിപ്പ്, ഇതുപോലെ നമ്മൾ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കുന്ന സമയത്ത് ഒരുപാട് നേരം അത് കത്തി ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ശകലം വാസലിൻ അതിലെടുത്ത് തൂത്തിട്ട് നമുക്ക് കത്തിക്കുകയാണെങ്കിൽ അത് കുറേ നേരം അത് കത്തി ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് കത്തി തീരും. അപ്പോഴേ സാമ്പ്രാണി നന്നായിട്ട് കത്തിച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് കത്തി വന്നു കഴിഞ്ഞിട്ട് ഒന്ന് തീ കെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ അത് അതിൽ കുറേ നേരം ഇങ്ങനെ കത്തി നിൽക്കുന്നതായിരിക്കും. അടുത്ത 4ാമത്തെ ടിപ്പ്, നമുക്ക് ഇതുപോലൊരു കസേര മതി. എത്ര തുണി ഉണ്ടെങ്കിലും നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കസേരയുടെ ആ സീറ്റ് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആ സീറ്റ് ഇളക്കിയെടുത്തിട്ടുണ്ട്. മിക്ക കസേര ഇപ്പോൾ ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ, അതുപോലെ അപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് കുറേ കിഴുത്തേ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഹോളിൽ കൂടെ നമുക്ക് ഇതുപോലെ ഹാങ്കർ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെ വേണേലും ഏത് രീതിയിൽ വേണേലും ഹാങ്കർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഹാങ്ങർ ഇട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇടാവുന്നതാണ് ഹാങ്ങർ ഇട്ട് കാണിക്കുക. അപ്പോൾ ഇതുപോലെ കമ്പിയായിട്ടുള്ള ഹാങ്ങറായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ അങ്ങനെ 2-3 ഹാങ്ങർ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കിയെടുക്കാൻ പറ്റാത്ത ചെയറാണെങ്കിൽ പോലും നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചെയറൊക്കെ പ്ലാസ്റ്റിക് ചെയറൊക്കെ കുറേ കഴിയുമ്പോൾ അത് പൊട്ടി പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ സീറ്റിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ സ്ക്വയർ രീതിയിൽ നമുക്ക് ആ രീതി അതിൻ്റെ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൽ കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഹാങ്കർ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴേ എടുത്തിരിക്കുന്ന ആ ചെയറിൻ്റെ സീറ്റിൽ നമുക്ക് ഇതുപോലെ ഹോളിൽ കൂടെ ആണെങ്കിൽ വള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പാൻറ്റിൻ്റെ വള്ളി ആണ് എടുത്തിരിക്കുന്നത്. ആ വള്ളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. 4 സൈഡിൽ നമുക്ക് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം. ബാലൻസ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 സൈഡിൽ മാത്രമേ കെട്ടിയിട്ട് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെവിടെയാണോ തൂക്കിയിടാൻ പറ്റുന്ന അവിടെ കൊണ്ട് ഇത് കെട്ടിയിടാവുന്നതാണ്. അങ്ങനെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 2 വള്ളി 2 സൈഡിലായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഹാങ്ങറോട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹാങ്ങറോടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഹാങ്ങറയിൽ തുണിയുടെ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ തുണിയുടെ ഒക്കെ ഇട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മഴയുള്ള സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് തുണി ഉണക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണിത്. ഈ രീതിയിലാകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. നമുക്കിപ്പോൾ വെളിയിലിടണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി, അവിടെ വെളിയിലിടാം. അതുപോലെ നമുക്ക് പെരക്കകത്ത് ഒരുമിച്ച് എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇടാവുന്നതാണ്. ഇപ്പോൾ ഫാനിൻ്റെ കീഴിൽ ഇട്ട് ഉണക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോരുത്. ഇതിൽ തുണിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വെളിയിൽ ഇട്ടിട്ട് മഴയൊക്കെ വരുവാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റും. മറ്റേത് അഴയിൽ നമ്മൾ വിരിച്ചിടുവാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് എടുത്ത് വരുമ്പോഴത്തേന് എൻ്റെ ആവുന്നതിന് മുമ്പ് തന്നെ മഴയും പെയ്ത് തുണിയെല്ലാം നനഞ്ഞിട്ടുണ്ടാവും. അടുത്ത 5ാമത്തെ ടിപ്പ്, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തുണി ഉണക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തുണി ഉണക്കിയെടുക്കാമെന്ന് എങ്ങനെ നോക്കാം. അപ്പോൾ ചില സമയത്ത് നമുക്ക് സ്കൂൾ യൂണിഫോമിൽ വെള്ളമൊക്കെ വീണാൽ, അതുപോലെ മഴയായിരുന്നു അപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊന്ന് ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ രീതി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തുണി ഇതിൽ പ്രിൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഔട്ട് സൈഡ് ഇൻസൈഡ് ആക്കി ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന 2 ടീഷർട്ടാണ്. അപ്പോൾ അതൊന്ന് ഔട്ട് സൈഡ് ഇൻസൈഡ് ആക്കി ഒന്ന് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. എടുത്തിരിക്കുന്ന തുണികളാണെങ്കിൽ പലതരത്തിലുള്ള തുണികളാണ്. അപ്പോൾ അതെങ്ങനെ ഉണക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ചരുവം നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള കട്ടിയുള്ള ചരുവം ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് കുക്കറാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് അതിലോട്ട് നമുക്ക് ഇതുപോലെ പ്ലേറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അതിലോട്ട് നമുക്ക് ഉണക്കാനുള്ള തുണികൾ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തുണികൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടപ്പ് വെച്ച് അടച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ആ തുണികൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് അതൊന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാത്രം വെച്ച സമയത്ത് ഒരു നല്ല ഫ്ലെയിമിലായിരുന്നു, ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. എന്നിട്ട് പാത്രം ചൂടായി വന്ന് കഴിഞ്ഞിട്ട് പിന്നെ തീ കുറച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തുണികൾ ഉണക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്നും ചെയ്യാനില്ല, നമുക്ക് ഇത് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് തുണിയൊക്കെ ഉണങ്ങി കിട്ടും. ഇപ്പം മഴയായതുകൊണ്ട് മരമൊക്കെ വീണിട്ട് പവർ കട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തുണിയൊന്ന് ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തുണി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, ഡ്രൈ ആയി കിട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ യൂസ്ഫുൾ ആണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും ഒന്നും മറന്നു പോകരുതേ. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.